ഷക്കീർ, ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്. കോർഡിനേഷനോട് കൂടി നടത്തേണ്ട കാര്യമാണ്. സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ, ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ച് പറഞ്ഞു, തദ്ദേശ വകുപ്പ്, അതുപോലെ തന്നെ മറ്റ് PWD അടക്കമുള്ള വകുപ്പുകൾ, ആരോഗ്യ വകുപ്പ് ഏകോപിതമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, മുല്ലശ്ശേരി കനാലുമായി ബന്ധപ്പെട്ട് PWD വകുപ്പും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയും അക്കാര്യത്തിൽ സമ്മതിച്ചിട്ടില്ല എന്ന്. ഈ PWD വകുപ്പും വാട്ടർ അതോറിറ്റിയും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒന്നും അല്ലല്ലോ, ഈ സംസ്ഥാനത്തെ സംവിധാനങ്ങളല്ലേ. കേരളം ഭരിക്കുന്നത് നിങ്ങൾ, നഗരസഭ ഭരിക്കുന്നത് നിങ്ങൾ. ഇത്ര നിസ്സാരമായ കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാതെ ജനങ്ങളെ നരകിക്കാൻ വിട്ടിട്ട് മഴ കൂടുതലായിട്ട് പെയ്യുന്നതാണ് പ്രശ്നമെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കേൾക്കുന്നില്ല, പറഞ്ഞോളൂ അഭിലാഷേ. ഞാനിതിൽ ഒരു ഇപ്പോൾ ഇന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പല ജില്ലകളിലും, കൊച്ചിയിൽ കുറച്ച് കുറവാണെങ്കിൽ പോലും പല ജില്ലകളിലും ഇന്ന് വളരെ രൂക്ഷമായ മഴ ഉണ്ടായിരിക്കുന്നു, ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ദീപ്തി എൻ്റെ സഹ കൗൺസിലർ പറഞ്ഞതിന് മറുപടിയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ അഭിലാഷ് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയും. ആദ്യം ചോദിച്ചത് എന്താ, ഇപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഭരണകർത്താക്കൾക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കണം. കാരണം ഇതിനു മുമ്പ് ബ്രേക്ക് ത്രൂവുമായി ബന്ധപ്പെട്ട് ഈ നഗരത്തിനകത്ത് ഓരോ ജില്ലകളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇനി വെള്ളക്കെട്ട് വരാതിരിക്കാനുള്ള ഒരു 2-3 ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് കഴിഞ്ഞ LDFൻ്റെ ഗവൺമെൻറ് ഈ പദ്ധതികൾ മുഴുവനും എല്ലാ സ്ഥലത്തും പോയി എത്ര കോടി രൂപ കൊടുത്തായാലും ഇതിൻ്റെ ബ്രേക്ക് ത്രൂ വർക്ക് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പഠനം നടത്തിയിരുന്നു. ആ പഠനവുമായി ബന്ധപ്പെട്ട് കൊച്ചി നഗരത്തിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ളത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമുണ്ടതിൽ. ബ്രേക്ക് ത്രൂവുമായി ബന്ധപ്പെട്ട നമ്മുടെ വർക്കുകൾ 100% പൂർത്തീകരിക്കാത്തതുണ്ട്. മുല്ലശ്ശേരി കനാലുമായി ബന്ധപ്പെട്ട് ഞാൻ എന്താ പറഞ്ഞത്, വാട്ടർ അതോറിറ്റിയുടെ നമ്മളത് അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വാട്ടർ അതോറിറ്റിയുടെ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു, അത് മാറ്റുവാനായിട്ടുള്ള സാഹചര്യത്തിന് കുറച്ച് പണം അടക്കേണ്ട വന്ന്. ആ പണം അടച്ച് അതിന് ശേഷം അതിന് കുറച്ച് താമസങ്ങൾ വന്ന് ഒരു കോർഡിനേഷൻ്റെ കുറവ് ഇവിടെ ഉണ്ടായിട്ടില്ല. ജില്ലാ കളക്ടറും അതിന് ബന്ധപ്പെട്ട മേയറും കോർപ്പറേഷനും PWDയും എല്ലാ ഉദ്യോഗസ്ഥന്മാരും അവിടെ വന്ന് കൃത്യമായി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് കാര്യങ്ങൾ ചെയ്യാണ്ട് പോലും ഇവിടെ കാര്യങ്ങൾ മറന്നു പോകരുത്. കഴിഞ്ഞ സൗമിനി ജെയിൻ മേയറായിരിക്കുമ്പോൾ ഗസ്റ്റ് ഹൗസിലേക്ക് പോലും കയറാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായിരുന്നു. ആ സ്ഥിതിയല്ലല്ലോ ഇപ്പോൾ. ഇവിടെ അഭിലാഷ് തന്നെ പറഞ്ഞത് എന്താ, അഭിലാഷ് പറഞ്ഞത് KSRTCയും അതേപോലെ തന്നെ MG റോഡിനെ കുറിച്ചാണ് പറഞ്ഞത്. 2 സ്ഥലത്ത് മാത്രമാണ് വെള്ളക്കെട്ടിനെ കുറിച്ച് കൊച്ചി നഗരത്തിൽ പറഞ്ഞത്. MG റോഡിൽ ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ച് അവിടെ അശാസ്ത്രീയമായിട്ട് CSMLൻ്റെ വർക്ക് നടന്നത് കൃത്യമായി മാറ്റാൻ വേണ്ടി PWDയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പുതിയ എസ്റ്റിമേറ്റ് എടുത്ത് ഗവൺമെൻറ്റിലേക്ക് അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഈ അഭിലാഷ ഈ സൗത്തിലും അതേപോലെ പനമ്പള്ളി നഗരമൊക്കെ പോലുള്ള സ്ഥലങ്ങളിൽ ഇത്ര മഴ പെയ്തു കഴിഞ്ഞാൽ ഏത് കാലത്തും വെള്ളം കെട്ടും. ഞാൻ ആദ്യം അഭിലാഷോട് പറഞ്ഞില്ലേ, നോർത്തിൽ ഏത് രീതിയിൽ വെള്ളം കെട്ടിക്കൊണ്ടിരുന്ന വെച്ചാണ്. അതിൻ്റെ തൊട്ടടുത്തൊക്കെ വലിയ വലിയ തോടുകൾ പണിതതിന് ശേഷമാണ്. ഇവിടെ പേരണ്ടൂർ കനാലിൽ കോരിയിട്ടില്ല എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ സഹ കൗൺസിലർ തൊട്ടടുത്ത ഡിവിഷനാണ്. ഞങ്ങളുടെ പ്രദേശത്തൊന്നും ഒരു തുള്ളി പോലും വെള്ളം, ഞാൻ ഈ ചാനലിൽ ഇരുന്നല്ലേ പറയണത്, ഒരൊറ്റ സ്ഥലത്തും വെള്ളം കയറിയിട്ടില്ല. നന്നായി ഞാൻ പറയട്ടെ, ഞാൻ സംസാരിക്കട്ടെ. ദീപ്തിയുടെ സംസ്ഥാന ഗവൺമെന്റിനെ കുറിച്ച്, MP രാജേഷ് മിനിസ്റ്ററെ കുറിച്ച്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ചെല്ലാം സംസാരിച്ചു. ഞാൻ അത് സംസാരിക്കാനല്ല, ഞാൻ സംസാരിക്കട്ടെ. അല്ലല്ല, കണ്ടോട്ടെ. എനിക്കറിയാം, ജനങ്ങൾ കാണുന്നുണ്ട് എവിടെയെല്ലാമാണ് വെള്ളക്കെട്ട് ഉണ്ടാക്കുന്നത്, എന്തെല്ലാം സംഭവിച്ചിരിക്കണമെന്ന് ജനങ്ങൾ കാണുന്നുണ്ട്. ഇവിടെ ഇരുന്നു കൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ത് ചെയ്ത്, അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ മന്ത്രി എന്ത് ചെയ്തെന്ന് സംസാരിക്കാൻ ഞാൻ വന്നതല്ല. അതേപോലെ തന്നെ കൃത്യമായി സംസ്ഥാന ഗവൺമെൻറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ മന്ത്രി ഉൾപ്പെടെ ബന്ധപ്പെട്ടുകൊണ്ട് ബ്രേക്ക് ത്രൂവിൻ്റെ വർക്കും അതേപോലെ എല്ലാവർക്കും കൃത്യമായി കോർഡിനേഷൻ നടത്തുന്നു. ഇവിടെ നമുക്ക് അഭിലാഷിന് തന്നെ അറിയാമല്ലോ, ബ്രഹ്മപുരവുമായി ബന്ധപ്പെട്ട വിഷയം കഴിഞ്ഞതിന് ശേഷം എത്രയോ പ്രാവശ്യം കോർഡിനേഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കോർഡിനേഷന്റെ ഭാഗമായി കൊച്ചി നഗരസഭയ്ക്ക് എത്രയോ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഞാനൊന്ന് പറഞ്ഞു, ഒരു മിനിറ്റ്. ഞാനിത് രാഷ്ട്രീയമായിട്ട് സംസാരിക്കാനല്ല. ഇന്ന് നഗരത്തിലെ കൂടുതൽ ഈ ചാനലുകളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം കൊച്ചി നഗരസഭയായി ബന്ധപ്പെട്ടതല്ല. കളമശ്ശേരിയും മറ്റുള്ള സ്ഥലത്ത് അത് ഞാൻ ഞാൻ പറഞ്ഞു അത് ഞാൻ ഇതായിട്ട് പറയണല്ല. പക്ഷെ
ഇന്ന് നഗരത്തിൽ പല സ്ഥാപനങ്ങളുടെ അകത്ത് വെള്ളം കയറിയിട്ടുണ്ട്, പല വീടുകളുടെ അകത്ത് വെള്ളം കയറിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഡോക്ടർ പറഞ്ഞ കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞാൽ എല്ലാം അറിയുന്നവരൊന്നുമല്ല, ഇതേപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ അത്തരം കാര്യങ്ങൾ ഇടപെടണം, അത് ചെയ്യണം. അല്ലാതെ ഇത്തരം തർക്കിച്ചു പോലല്ല. അഭിലാഷ് ചോദിച്ചതിനോട് പൂർണ്ണമായി